ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ മാഗസിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അതായത് നമ്മളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഹെയർ ലോസ്, ഹെയർ ഡാമേജ്, ഹെയർ പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സംഭവങ്ങൾ മതി. ഒന്ന് അലോവേര ജെല്ലും ഒന്ന് കോക്കനട്ട് ഓയിലും. അലോവേര എല്ലാ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന സംഭവമാണ്. പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ, എല്ലാ വീടുകളിലും വെളിച്ചെണ്ണയും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സർവ്വസാധാരണമായി കിട്ടുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമ്മളുടെ ഹെയർ ലോസ്, ഹെയർ ഡാമേജ് പ്രോബ്ലംസ് എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം അലോവേര ജെൽ എടുക്കണം. അലോവേര നമുക്ക് ഫ്രഷ് അലോവേര ജെല്ല് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ഈ വാവിൻ്റെ അലോവേര ജെല്ലാണ്. ഞാനത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. പിന്നെ ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ, രണ്ടും ഈക്വൽ മിക്സ് എടുത്താൽ മതി. നമുക്കറിയാം ഒരു കൺസിസ്റ്റൻസി എങ്ങനെയായിരിക്കും എന്ന്, അതിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മളുടെ മുടിയിലേക്ക് ആവശ്യമായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അലോവേര ജെല്ല് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ ഇനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ നന്നായിട്ട് എടുക്കുന്നു, അതേപോലെ ഹെയർ ലോസ് കുറയ്ക്കുന്നു. അലോവേര ജെല്ല് മൊത്തത്തിൽ ബ്യൂട്ടി കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു റെമഡിയാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും എല്ലാവരും തലയിൽ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇതാ ഇങ്ങനെയായി കിട്ടും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളുടെ മുടിയുടെ ഓരോ പാർട്ടീഷനായിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മുടി. വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ അലോവേര, ചില ആൾക്കാരൊക്കെ അലോവേര ജെല്ല് രാത്രി വേറെ ഒന്നും ചേർക്കാതെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാറുണ്ട്. ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം അലോവേര എന്ന് പറയുന്നത് നമ്മളുടെ മുടിക്കായാലും സ്കിന്നിനായാലും വളരെ ഗുണപ്രദമായൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മുടിയിൽ എല്ലായിടത്തും ആക്കി കൊടുക്കുക. മുടിയുടെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം മുടിക്ക് നന്നായിട്ട് നമ്മളുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ പല്ല് ഇടവിട്ടിട്ടുള്ള ചീർപ്പ് കൊണ്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. എന്നാൽ നമ്മളുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതെത്തുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മളുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. നിങ്ങൾക്കിത് തലയിൽ വേണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. രാത്രി തേച്ച് പിടിപ്പിച്ചിട്ട് ജലദോഷമൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുളിക്കുന്നതിന് മുന്നേ 1-2 മണിക്കൂർ മുന്നേ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം. നമ്മൾ ഈ തലയിൽ കുളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഷാമ്പൂ കണ്ടീഷണറോ യൂസ് ചെയ്യാം. മൈൽഡ് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തല വാഷ് ചെയ്യാം. പിന്നെ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം എന്തായാലും ചെയ്ത് നോക്കുക, നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഈ 2 ഇൻഗ്രീഡിയൻറ്റും എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ്. അപ്പം അലോവേര ജെല്ലും കോക്കനട്ട് ഓയിലും ഉപയോഗിച്ചിട്ടുള്ള ഈ മിക്സ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വിസിബിൾ റിസൾട്ട് തന്നെ കാണുന്നതാണ്. അപ്പം ഈ ഒരു ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെല്ലൈക്കൺ. ബെല്ലൈക്കണിൽ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.